മാവോ ഒരിക്കൽ പറഞ്ഞു വിമൻ ഹോൾഡ് ഹാഫ് ദ സ്കൈ എന്നാണ് അദ്ദേഹം ചൈനയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് ചൈനയിലത്തെ സ്ത്രീകൾക്ക് പല ഈ ആദ്യത്തെ 30 കൊല്ലത്ത് ചെയ്തിട്ടുള്ള പലതരം കാര്യങ്ങളിലും ഏറ്റവും ഇതായിട്ടുള്ള സ്ത്രീകളെ എല്ലാറ്റിലും പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. 60% അവിടുത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം. ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും 25%. സോ യു ക്യാൻ സീ ആ ഒരു മെഷറിൽ തന്നെ ഡിഫറൻസ് പറയാം. പക്ഷെ കേരളത്തിലും പകുതി ആകാശം മാത്രമല്ല സ്ത്രീകൾ പിടിച്ചു നിൽക്കുന്നത്, മുക്കാലാകാശവും എൻറ്റയർ യുവർ സൊസൈറ്റീസ് സെക്യൂരിറ്റി, അതിനെയാണ് സോഷ്യൽ സെക്യൂരിറ്റി. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് 65% ടീച്ചർമാർ സ്ത്രീകളാണ്. ഇപ്പോൾ കോളേജിലും നല്ലൊരു ശതമാനമാണ് ടീച്ചറുകളാണ്. ആശുപത്രികളിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ പ്രത്യേകിച്ചും ഇപ്പോൾ കൂടുതൽ ഡോക്ടർമാരുടെ ഇടയിലും പണ്ടത്തെ ഇതൊക്കെ പോയി. മെഡിക്കൽ കോളേജിൽ വളരെ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അംഗനവാടി ഇതിൽ കുട്ടികളെ നോക്കുന്നത്, ആശാ വർക്കേഴ്സ് വന്ന് നോക്കുന്നത്, ഇവർക്കൊക്കെ കുറഞ്ഞ വേതനമാണ്. ഈ കുറഞ്ഞ വേതനം കിട്ടുന്നവരാണ് സമൂഹത്തിൻ്റെ സുരക്ഷാ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സുരക്ഷയും മാനുഷിക വികസനമുള്ള ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, ഈ 3 രംഗങ്ങളിലും സ്ത്രീകളാണ്. ഒരു അംഗനവാടി ടീച്ചറെയും പിന്നെ ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒരു ആശാ വർക്കർ ആണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഭാര്യയെ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ട് പോകും. അതൊരു തട്ടിപ്പും കൂടെ ഇത്തരം സർവീസ് സെക്ടറിലെ So even actual fact, the women hold more than half the sky in Kerala, but we don't give them the corresponding recognition, let alone inclusion.